നമസ്കാരം. NCP അജിത് പവാർ വിഭാഗം നേതാവ് ബാബ സിദ്ദിഖി മഹാരാഷ്ട്രയിൽ വെച്ച് കൊല്ലപ്പെട്ട കേസിൽ മുഖ്യപ്രതി പിടിയിൽ. ബാബ സിദ്ദിഖിയുടെ നേർക്ക് വെടിയുതിർത്ത ഷൂട്ടർ ശിവ എന്ന ശിവകുമാറാണ് അറസ്റ്റിലായത്. കൊലപാതകം നടത്തിയ ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി നേപ്പാൾ അതിർത്തിയിൽ വെച്ചാണ് പിടിയിലായത്. ഉത്തർപ്രദേശ് പോലീസും മുംബൈ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ശിവകുമാറിനെ പിടികൂടിയത്. ബഹ്റൈച്ചിൽ നിന്നും നേപ്പാൾ അതിർത്തി വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഉത്തർപ്രദേശ് മുംബൈ STF സംഘം ശിവയെയും 4 കൂട്ടാളികളെയും പിടികൂടുകയായിരുന്നു. ബഹ്റൈച്ചിലെ ഗന്ധാര സ്വദേശിയാണ് അറസ്റ്റിലായിരിക്കുന്ന ഷൂട്ടർ ശിവ. ശിവകുമാർ കൊലപാതകത്തിന് ശേഷം ഒളിവിലായിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. സിദ്ദിഖിക്കെതിരെ ശിവകുമാർ 6 റൗണ്ട് വെടിവെച്ചെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത്. ഒക്ടോബർ 12-നാണ് ബാബ സിദ്ദിഖി വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മകന്റെ ഓഫീസിൽ നിന്നിറങ്ങി കാറിൽ കയറാൻ ശ്രമിക്കവേ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിൽ പിടിയിലായവർ തങ്ങൾ ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിലുള്ളവരാണെന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. കൊലപാതകങ്ങൾക്ക് 25 ലക്ഷം രൂപയും ഫ്ളാറ്റും കാറും ദുബായിലേക്കുള്ള യാത്ര ഉൾപ്പെടെ വൻ വാഗ്ദാന പെരുമഴയായിരുന്നു ലഭിച്ചിരുന്നത്. പ്രതികളുടെ ദാരിദ്ര്യാവസ്ഥ മുതലെടുത്തായിരുന്നു ഇവരെ കൃത്യത്തിനായി ഉപയോഗിച്ചത്. രാം ഫൂൽചന്ദ് കനോജിയ, രൂപേഷ് മൊഹോൾ, ശിവം കൊഹാത്ത്, കരൺ സാൽവെ, ഗൗരവ് അബുനെ എന്നിങ്ങനെ 4 പ്രതികൾക്കായിരുന്നു വാഗ്ദാനം ലഭിച്ചത്. ഇവർക്ക് 25 ലക്ഷം രൂപയും കാറും ഫ്ളാറ്റും ദുബായിലേക്കുള്ള യാത്രയും വാഗ്ദാനം ചെയ്തിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അറസ്റ്റിലായ 19 പ്രതികളിൽ 4 പേർക്കായിരുന്നു വാഗ്ദാനം ലഭിച്ചത്. മുംബൈ ക്രൈംബ്രാഞ്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതികളിൽ നിന്നും വിവരം ലഭിച്ചത്. ഒളിവിൽ കഴിയുന്ന പ്രതിയായ സീഷാൻ അക്തറാണ് വാഗ്ദാനങ്ങൾ ഇവർക്ക് നൽകിയത്. ഇയാൾ പഞ്ചാബിലെ ജലന്ധർ സ്വദേശിയാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 10 ബാങ്ക് അക്കൗണ്ടുകളോളം ഇയാൾ ഉപയോഗിച്ചിരുന്നതായും വിവരമുണ്ട്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അതിനിടെ അൻമോൽ ബിഷ്ണോയും സൽമാൻ ഖാന്റെ വസതിക്ക് നേരെയുള്ള വെടിവയ്പിൽ പങ്കെടുത്തവരും തമ്മിലുള്ള ഫോൺ റെക്കോർഡിംഗുകൾ കൈമാറാൻ മഹാരാഷ്ട്രയിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടറേറ്റിനോട് മുംബൈ കോടതി നിർദ്ദേശിച്ചിരുന്നു. മുഖ്യപ്രതി വിക്കി കുമാർ ഗുപ്തയുമായിട്ടുള്ള ഫോൺ സംഭാഷണം പരിശോധിക്കാൻ മുംബൈ പോലീസ് നടപടികളും ആരംഭിച്ചിരുന്നു. ഹരീഷ് കുമാർ ബാലഗ്രാം എന്ന പ്രതിയായിരുന്നു കൊലപാതകത്തിനുള്ള പണം തയ്യാറാക്കിയതും സാധനങ്ങൾ എത്തിച്ചതും. ബാലക്രം പൂനെയിൽ ആഗ്ര കച്ചവടക്കാരനായിരുന്നു ഇയാൾ. 3 പ്രതികളിൽ 2 പേരായ ധർമ്മരാജ്, ശിവപ്രസാദ് ഗൗതം എന്നിവർ ബാലഗ്രമിന്റെ കടയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കുറ്റകൃത്യത്തിന് മുന്നോടിയായി ശിവപ്രസാദിനും ധർമ്മരാജിനുമായി ഇയാൾ പുതിയ ഫോണുകൾ വാങ്ങി നൽകിയിരുന്നു. ഇയാൾക്ക് കുറ്റകൃത്യത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. അതേസമയം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ബോളിവുഡ് സിനിമാ ലോകത്തും കഴിഞ്ഞ 4.5 പതിറ്റാണ്ടോളം സജീവ സാന്നിധ്യമായിരുന്ന നേതാവായിരുന്നു ബാബ സിദ്ദിഖി. ഈ വർഷം ഫെബ്രുവരിയിലാണ് 48 വർഷക്കാലം നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബാബ സിദ്ദിഖി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ച് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയിൽ ചേർന്നത്. 1999, 2004, 2009 വർഷങ്ങളിൽ ബാദ്ര വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വിജയിച്ച നേതാവാണ്. മഹാരാഷ്ട്രയുടെ ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, തൊഴിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മുൻ മന്ത്രി കൂടിയാണ്. ബാദ്രയിലെ ബോളിവുഡ് താരങ്ങൾക്കും വ്യവസായികൾക്കും ഇടയിൽ അത്രമാത്രം സ്വാധീനമുള്ള നേതാവുമായിരുന്നു അദ്ദേഹം.